സമൂ ചീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെതായ രീതിയിൽ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണിത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത ബിരിയാണി അരി 1/2 കിലോ, 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, അല്പം കുരുമുളക് പൊടിയും നാരങ്ങാനീരും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒന്നുകിൽ ഇത് ഫ്രൈ ചെയ്തിട്ട് കറി തയ്യാറാക്കിയെടുക്കാം, അതല്ല എങ്കിൽ ഫ്രൈ ചെയ്യാതെ ഇതുപോലെ തന്നെ നമുക്ക് കറി തയ്യാറാക്കാവുന്നതാണ്. ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 3 സവോള നീളത്തിൽ അരിഞ്ഞത്, ഒരു 20 ഉള്ളി ചതച്ചത്, 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു 10-12 പച്ചമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, കറിക്ക് ആവശ്യമായ ഉപ്പ്, 2 തക്കാളി നീളത്തിലരിഞ്ഞത്, അല്പം പുതിനയില, അല്പം മല്ലിയില, 1 കപ്പ് പൈനാപ്പിള്, അല്പം അണ്ടിപ്പരിപ്പ്, അല്പം കിസ്മിസ്, 2 സ്പൂണ് തൈര്, 2 സ്പൂൺ നെയ്യ്, ചിക്കൻ കറി തയ്യാറാക്കാൻ ആവശ്യമായ എണ്ണ, അല്പം നാരങ്ങാനീര്, കൂടാതെ ഞാൻ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്: 2 ബേ ലീഫ്, ഒരു 5 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു, ഒരു 10-15 കുരുമുളക്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, 2 സവോള ഫ്രൈ ചെയ്തെടുത്തത്. വളരെ ഈസിയും അതുപോലെ നല്ല ടേസ്റ്റുമായിട്ടുള്ള ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചച്ചുവന്ന് മാറുന്നത്, ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചുവന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. 3 സവോള നീളത്തിലരിഞ്ഞാണ്, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ സമയം നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഉപ്പ് ചേർത്താണ്, അതിനനുസരിച്ചുള്ള ഉപ്പ് ഇതിനകത്ത് ചേർക്കാവുള്ളൂ. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സവോള നന്നായിട്ട് വഴണ്ട് വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. സവോള ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഇപ്പോൾ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്ന് വരികയാണെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി മൂപ്പിച്ചിട്ട് നമുക്ക് തക്കാളിയും തൈരും ഒക്കെ ചേർത്ത് കൊടുക്കാം. 2 തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയണം, അതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ കൂടെ തന്നെ നമുക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ തൈരായിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ തൈരിൻ്റെ വെള്ളം ഒന്ന് വറ്റണം, തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയണം, അതുവരെ നമ്മളിത് വഴറ്റണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. പിന്നെ 2 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കണം കേട്ടോ. വീണ്ടും അടച്ചു വയ്ക്കുക. തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് തൈരിൻ്റെ വെള്ളമൊക്കെ വറ്റിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ അല്പം കൂട്ടി കൊടുക്കണം, നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഇതിലേക്ക് 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 പിടി പുതിനയിലയും കൂടി ഇടുക. ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. ചിക്കൻ കറി ഇത് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ അകത്തുനിന്ന് 1 പിടി എടുത്തിട്ട് കൊടുക്കുക. ഒന്ന് പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്താൽ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളമൊക്കെ ഇതിനകത്ത് തന്നെ ചിക്കനും സവോളയുടെ അകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കറി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. അടുത്ത അടുപ്പിലേക്ക് ഞാൻ മാറ്റി വയ്ക്കാൻ പോവുകയാണ്.
ചോറ് വേവിക്കാനുള്ള വെള്ളം ഞാനൊരു പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെച്ച് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1-2 കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കണം. 1 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുക, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക, ചോറിനാവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്ത് വേവിച്ച് കോരിയെടുക്കണം. വെള്ളം വറ്റിച്ചല്ല എടുക്കുന്നത്, കോരിയെടുക്കണം. ഇത് മുക്കാൽ ഭാഗം വേഗമാകുമ്പോൾ ഇത് കോരിയെടുക്കാം. ഈ എണ്ണയും നാരങ്ങ നീരും ഉപ്പും ഒക്കെ ചേർത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇത് കുഴഞ്ഞു പോകത്തില്ല, നല്ല വിട്ടുള്ള ചോറ് കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കുക. കറി ഞാൻ അടുത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതൊന്നും എന്താണെന്ന് നോക്കിയേക്കാം. ഇടയ്ക്ക് നമ്മൾ ചോറ് കോരി എടുക്കുന്ന സമയത്ത് ഈ ബേ ലീഫും നമ്മളിട്ടിരിക്കുന്ന സ്പൈസസും ഒക്കെ വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ചോറ് ഇവിടെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റാൻ പോവുകയാണ്. കണ്ടോ, ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടും. ഇത് കോരി മാറ്റാം. ഇതൊക്കെ ഇവിടെ എടുത്ത് കളയാം കേട്ടോ. കറി ഇവിടെ ഏത് പരുവായെന്ന് നോക്കാം. ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്രയും മതി. ഇനി അടുത്ത് ഞാൻ ചോറ് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അത് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 പിടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരിയുടെ മൂത്ത് കൊണ്ടിട്ട് ഇനി അതിനകത്തേക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങുന്നവരെ ഇതൊന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് ഈ ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്താണ്, അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈ അണ്ടിപ്പരിപ്പും ഈ പൈനാപ്പിളും ഒക്കെ ചേർക്കുമ്പോഴാണ് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ചോറിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കണം, ചോറിൻ്റെ ഉപ്പ് ഇപ്പോഴാണ് കറക്റ്റായിട്ട് നോക്കേണ്ടത്. മല്ലിയിലയും പുതിനയിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബാക്കി ചോറും കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഈ ചോറും ഈ അണ്ടിപ്പരിപ്പ് പൈനാപ്പിൾ ഇതെല്ലാം കൂടെ മിക്സുമായിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ചുകൂടെ പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചോറും കൂടെ ഞാൻ ഇന്ന് മിക്സ് ചെയ്യാൻ പോകുകയാണ്. ചിക്കൻ കറി തയ്യാറാക്കിയ അതേ പാത്രം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കഴുകിയിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആദ്യത്തെ ലെയർ ചോറിട്ട് കൊടുക്കുക. ഇതിലേക്ക് അല്പം ഉള്ളി ഫ്രൈ ചെയ്തൊക്കെ ഇടാം. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്ത് അടുത്തത് ചിക്കൻ കറി വെച്ച് കൊടുക്കുക. ഇനി ചോറിട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിനയില. ഇനി ഇതിങ്ങനെ ഒന്ന് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു മോശം ഫ്രൈ പാൻ വെച്ച്, ഫ്രൈ പാനോ അതല്ല ദോശക്കല്ലുണ്ടെങ്കിൽ അതാണെങ്കിലും മതി, അത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ചോറൊന്ന് വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് വരെ ഒന്ന് ദം ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡൊന്ന് സീൽ ചെയ്ത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല, എയറൊന്നും ഇതിൻ്റെ പുറത്ത് പോകത്തില്ല. പിന്നെ ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു, ഞാനിവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കുക. ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിന്ന് തുറന്ന് നോക്കാം. അവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് ടേസ്റ്റ് ആണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.